ബ്ലാക്ക് മാജിക് ഉണ്ടോ ഇല്ല അതൊന്നും അല്ല നമ്മൾ പറയാൻ പോകുന്നത്. ബ്ലാക്ക് മാജിക് ബേസ്ഡ് ഒരു തമിഴ് സിനിമ ഇപ്പൊ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് മാജിക് ഹൊറർ ആ ഒരു ജോണറിൽ വരുന്ന പടമാണ്. സോ ഇതിന്റെ കൺസെപ്റ്റ് വൈസും സ്റ്റോറി വൈസും അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ത്രില്ലിംഗ് മൊമെന്റ്സും കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പടമാണ്. പക്ഷെ എടുത്തു വെച്ചിരിക്കുന്നത് പക്കാ സീരിയൽ പോലെയാണ്. ഞാൻ ഈ ഇടയ്ക്ക് പറയണ്ടേ, കരുവനം പറഞ്ഞിട്ട് ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. ഈ മറ്റേ ഹൊറർ ഈ ബ്ലാക്ക് മാജിക് ആ ഒരു ജോണറിൽ വരുന്നുണ്ട്. അതാണ് ഏറ്റവും ബെസ്റ്റ്, ഇതുവരെ ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് സീരീസ് അതാണ്, ഹൊറർ ജോണറിലുള്ളത്. അതിന്റെ അത്ര ഒന്നും വരാത്ത ഒരു സിനിമയാണ്. പക്ഷെ ഇതിന്റെ സ്റ്റോറി നല്ല രസമാണ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ് ഉണ്ട്. അവർ പറയുന്നത് ഈ ബ്ലാക്ക് മാജിക്കും അതേപോലെ തന്നെ ഈ മറ്റേ പ്രേതം ഉണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നത് നമ്മുടെ മെന്റൽ സ്റ്റേറ്റിന്റെ പ്രശ്നമാണെന്നാണ്. പക്ഷെ കുറച്ച് സ്വാമിജിമാർ അവരൊക്കെ ഉണ്ട്. അവര് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളൊരു പോസസ്ഡ് ആയിട്ടുള്ള ഒരു വീട്ടിൽ താമസിച്ച് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് അറിയാന്നൊക്കെ പറഞ്ഞിട്ട് ആ ചാലഞ്ച് ഏറ്റെടുക്കണമെന്നും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അവസാനം ടു ബി കണ്ടിന്യൂഡ് ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടേ നിർത്തിയിട്ടുണ്ട്. ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സീരിയൽ പോലെയാണ് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരൊറ്റ എണ്ണം മര്യാദയ്ക്ക് പെർഫോം ചെയ്തിട്ടുമില്ല. സോ ഇതിലൊരു നായകനായിട്ടുള്ളത് ഒരു സൈക്കോളജിസ്റ്റ് ആണ്. സോ അങ്ങേര് ഈ ഇതൊക്കെ കള്ളത്തരമാണ്, ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അങ്ങേര് ഇതിൽ പോയി പെടുന്നു. അതിന്റെ ഇടയിൽ കുറച്ച് നോൺ ലീനിയർ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. ഈ വരച്ച സ്വപ്നം കണ്ട കാര്യം നടക്കും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആമസോൺ പ്രൈമിലെ റെന്റിനാണ് പടം വന്നിരിക്കുന്നത്. യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ഉണ്ട്. ഏകദേശം 1.25 മണിക്കൂറുള്ളൂ. സോ സമയം ഉണ്ടെങ്കിൽ കണ്ടു വെക്കാന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് ഇതുവരെ ഈ ഹൊറർ ജോണറിൽ വന്ന സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം അന്ധകാരവും ജെസ്സിയും അതേപോലെ തന്നെ നമ്മുടെ ഭൂതകാലമാണ്. കാരണം അതിനെന്താ വെച്ചാൽ ഈ സ്റ്റോറിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. മോർ ദാൻ ഈ ഹൊറർ ഗിമിക്സ് കാണിക്കുന്നതിന് പകരം സ്റ്റോറി ഭയങ്കര ഡെപ്ത് ഉള്ള കഥയാണ്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല കഥയുള്ള ഒരു പടമാണ്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക, അത്രേ ഞാൻ പറയുള്ളൂ. എനിക്ക് കുഴപ്പമില്ലാതെ നല്ല രസത്തിൽ കണ്ടിരിക്കുക. ഇവരെ പെർഫോമൻസ് മേക്കിംഗ് മാറ്റിയെടുത്തി കഴിഞ്ഞാൽ അത്യാവശ്യം ട്വിസ്റ്റ് ആൻഡ് ടേൺസിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം. സോ ട്രൈ ഇറ്റ് ഔട്ട്. യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. പൈസ ഉള്ളവർ റെന്റിന് എടുത്തിട്ട് കാണും.